കെട്ടിട നിർമ്മിതിയിലെ വേറിട്ടൊരു കാഴ്ചയാണ് മല്ലപ്പള്ളിയിലെ ഊര്. പുത്തൻ സാമഗ്രികളൊന്നും ഉപയോഗിക്കാതെ നിർമ്മിച്ചെടുത്ത ഈ കെട്ടിടത്തിൽ 50 മുതൽ 950 വർഷം വരെ പഴക്കമുള്ള വസ്തുക്കളുണ്ട്. ഊരിലെ കാഴ്ചകളിലേക്ക്. നഗരങ്ങളും ഗ്രാമങ്ങളും കോൺക്രീറ്റ് വനമായി തീരുമ്പോൾ പുനരുപയോഗമെന്ന വാക്ക് പ്രാവർത്തികമാക്കുകയാണ് എബ്രഹാം പി കുര്യൻ. 50 മുതൽ 950 വർഷം വരെ പഴക്കമുള്ള കെട്ടിടാവശിഷ്ടങ്ങൾ ഉപയോഗിച്ചാണ് ഊര് എന്ന കെട്ടിടം സഫലമാക്കിയത്. പുതുപ്പള്ളിയിലെ പഴയ ദേവാലയം, കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെയും KSRTC സ്റ്റാൻഡിലെയും ആദ്യ കെട്ടിടങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ പഴയ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങളാണ് കെട്ടിടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഊരിന്റെ നിർമ്മാണ ഘട്ടങ്ങളിലൊന്നും മരങ്ങൾ മുറിക്കുകയോ പാറ പൊട്ടിക്കുകയോ ചെയ്തിട്ടില്ല. കെട്ടിടത്തിന്റെ തറ മുതൽ മേൽക്കൂര വരെ നിർമ്മിച്ചിരിക്കുന്നത് പഴയ വസ്തുക്കൾ ഉപയോഗിച്ചാണ്. നൂറ് വർഷത്തിലധികം പഴക്കമുള്ള 30,000-ത്തിലധികം മേച്ചിലോടുകൾ, 25,000-ത്തിലധികം വെട്ടുകല്ലുകൾ എന്നിവ നിർമ്മിതിയുടെ ഭാഗമാണ്. മണ്ണ് എന്ന തീം മുൻനിർത്തി 27 മാസം കൊണ്ടാണ് കെട്ടിടം പൂർണ്ണ സജ്ജമാക്കിയത്. 50 വർഷം മുതൽ 950 വർഷം വരെ പഴക്കമുള്ള 24 ബിൽഡിങ്ങുകൾ വിലയ്ക്ക് വാങ്ങി അത് പൊളിച്ചെടുത്ത് അതിൻ്റെ മെറ്റീരിയൽ ഇവിടെ എത്തിച്ച് അങ്ങനെയാണ് ഇത് കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ റീസൈക്കിൾ മെറ്റീരിയൽ ഉപയോഗിച്ച് പണിത ഏറ്റവും വലിയ ബിൽഡിങ്ങായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. സസ്റ്റൈനബിൾ ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും രാജ്യത്ത് തന്നെ നല്ല മോഡലുകളിലൊന്നാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒരു മരം പോലും വെട്ടുകയോ ഒരു പാറ പോലും പുതുതായി പൊട്ടിക്കുകയോ ചെയ്യാതെയാണ് ഒരു 100% പ്രകൃതിക്ക് അനുയോജ്യമായി ഭൂമിയെയും പ്രകൃതിയെയും ഒന്നും അല്പം പോലും ബുദ്ധിമുട്ടിപ്പിക്കാതാണ് ഈ ബിൽഡിംഗ് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ സാമൂഹ്യക്ഷേമ മേഖലയിൽ ജോലി ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും പ്രയോജനകരമാകുന്ന ഒരു കമ്മ്യൂണിറ്റി സെന്റർ തുടങ്ങണമെന്ന ആശയത്തിലേക്ക് എബ്രഹാം എത്തിയത്. പ്രവർത്തനം ആരംഭിച്ച് 8 വർഷം പിന്നിടുമ്പോൾ സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഊര് സജീവമാണ്. കുടുംബാംഗങ്ങൾ വീട് വിട്ടു നിൽക്കുന്ന അവസരങ്ങളിൽ മാതാപിതാക്കളെ സുരക്ഷിതമായി താമസിപ്പിക്കുവാനുള്ള സൗകര്യവും അത്യാവശ്യ മെഡിക്കൽ സേവനങ്ങളും അടക്കമുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ഊര് നൽകി വരുന്നു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.